എംബാപ്പയാണോ മെസ്സിയാണോ വേൾഡ് കപ്പിൽ ദ ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യമായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ഒരു ഫോളോവർ ഉണ്ട്, ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തന്നത്. പുള്ളി അതിന് കുറേ എക്സ്പ്ലനേഷനൊക്കെ ഇട്ടിട്ട് ഒരു വലിയ വോയിസ് ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് നോക്കാം. യെസ്, എംബാപ്പയുടെയും മെസ്സിയുടെയും വേൾഡ് കപ്പിൽ ഒരു 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 കമ്പാരിസൺ ആയാലോ, എന്നിട്ട് ആരാണ് ദ ബെസ്റ്റ് എന്ന് നോക്കിയാലോ. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പേരും രണ്ട് വേൾഡ് കപ്പുകൾ വെച്ച് ഫൈനലുകൾ കളിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഫൈനലുകളിലും ഒരു ഫൈനലുകൾ രണ്ടുപേരും ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടുപേരും ഓരോ ഫൈനലുകൾ വെച്ച് തോറ്റിട്ടുമുണ്ട് എന്നുള്ളതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യമാണ്. ആൻഡ് രണ്ടുപേരുടെ കരിയറും കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വേൾഡ് കപ്പാണ് ടെക്നിക്കലി എംബാപ്പെ കളിച്ചിട്ടുള്ളത്. ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ തൻ്റെ 6ാമത്തെ വേൾഡ് കപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സി. ഈ ഒരു വ്യത്യാസം എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഉണ്ടാവും. മാച്ചുകളുടെ കാര്യം, മിനിറ്റ്സ് പ്ലേഡ് കാര്യങ്ങൾ ഇതിലെല്ലാത്തിലും ഉണ്ടാവും. പക്ഷെ എന്നാലും വിൽ ഗോ ഹാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പാരിസൺ നടത്തി നോക്കാം. നിലവിലെ സിനാരിയോ വെച്ചിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാലങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റി എഴുതുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ലെങ്കിലും നോക്കാം എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് കാര്യപരിപാടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ ഒരു വിഷയത്തിൽ മുഴുവനായിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കേട്ട് കഴിയുമ്പോഴാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചില സമയത്ത് ഈ ഇൻട്രോ മാത്രം കേട്ടുകൊണ്ട് മാത്രം അതിനകത്ത് കമൻറ്റ് ചെയ്യുന്നവരെ പലരും കാണാറുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് തിരിച്ച് കമൻറ്റ് ചെയ്യുമ്പോൾ അവരെ ഞാൻ ഇൻസൾട്ട് ചെയ്തു, അവരെ ഞാൻ ഇതാക്കി എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് മുഴുവൻ കേൾക്കാനായിട്ടും കൂടെ ശ്രമിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് പാർട്ട് ഓഫ് മൈ ഫാമിലി ഇൻ യൂട്യൂബ്. വെൽക്കം ടു AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. ഗൈസ്, അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ സാധനം ഒന്നും കൂടെ പറയാണ് കേട്ടോ. എംബാപ്പെ ആയാലും ശരി, ഈ പറയുന്ന പോലെ മെസ്സി ആയാലും ശരി, രണ്ട് പേരും ലോകകപ്പിൻ്റെ ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ ബോത്ത് ആർ ലൈക്ക് പൊളി, ഒന്നും പറയാനില്ല. വെറും തീപ്പൊരിയാണ്, അല്ലെങ്കിൽ നമുക്കതിന് വാക്കുകളില്ല. അജാതി പെർഫോമൻസ് ആണ് രണ്ട് പേരുടെ ഭാഗത്തുനിന്നും രണ്ട് പേരുടെ രാജ്യങ്ങൾക്കും കിട്ടാറുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ 2022 രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു എപ്പിക് വാക്കൊക്കെ ഇങ്ങനെ സ്റ്റേഡിയത്തിൽ ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു മാസ്കോഡ് ഐറ്റം തന്നെയാണ്. ഞാൻ എംബാപ്പെ എപ്പോഴും കാണുന്നത് ഇറ്റ്സ് ലൈക്ക് എ പ്യുവർ ഫിനിഷർ, ഒരു ഗോൾ സ്കോറിംഗ് മെഷീൻ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ എന്തെങ്കിലും എംബാപ്പെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ മീ ഇറ്റ് ഇസ് നോട്ട്. എന്നാൽ മെസ്സി ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഹീ ഈസ് എ കംപ്ലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ക്യാൻ പ്രൊവൈഡ്, ഹീ ക്യാൻ ക്രിയേറ്റ്, ഹീ ക്യാൻ സ്കോർ, ഹീ ക്യാൻ ഡു എനിത്തിങ് അണ്ടർ ഫുട്ബോൾ. ഈവൻ ഡിഫൻസ് പോലും ചെയ്തുകൊണ്ടിരുന്ന, ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഡിഫൻസ് അല്ല, ട്രാക്ക് ബാക്ക് ചെയ്ത് ബോളൊക്കെ എടുക്കുന്ന ഒരു മെസ്സിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ അതൊക്കെ ഒരു രണ്ട് പേരുടെയും നമ്മൾ ഈ പറയില്ലേ ക്യാരക്ടേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ, ക്യാരക്ടേഴ്സ് മീൻസ് ഫുട്ബോളിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസങ്ങളാണ്. ഇത് ഭയങ്കര ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ കുറേ കാര്യങ്ങൾ ശരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി പോകണം. ഞാനതുകൊണ്ട് പല നമ്പേഴ്സിലും നോക്കുമ്പോൾ ഉള്ളൊരു കാര്യം ഞാൻ എടുക്കുന്നുണ്ടാവുക 2022 വരേക്കുള്ളൊരു വേൾഡ് കപ്പ് വെച്ചിട്ടാണ്. ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പ് കളിച്ച കാര്യങ്ങൾ രണ്ടുപേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം കൂടെ കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 വേൾഡ് കപ്പ് മെസ്സിയും ഈ പറയുന്ന പോലെ കിലിയൻ എംബാപ്പെ 3 അതിൽ മാച്ചസിൻ്റെ നമ്പർ ഇപ്പോൾ ഉള്ള മാച്ചസ് ഞാൻ കൂട്ടാതെയാണ് 2022 വെച്ചാണ് പറയുന്നത്. മെസ്സി 26 14 കേട്ടോ. ഗോളുകളുടെ കാര്യം 2022 13 12 വെച്ചാണ് രണ്ടുപേരും അടിച്ചിരിക്കുന്നത്. 13 മെസ്സിയും 12 എംബാപ്പയും. ഇപ്രാവശ്യം എംബാപ്പെ 4 അടിച്ചപ്പോൾ 16 ഗോളുകളായി, മെസ്സി 5 അടിച്ച് 18 ഗോളുകളായി എന്നുള്ളതാണ്. ഇനി അസിസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം എന്തായാലും മെസ്സി അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എംബാപ്പെ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എനിക്കത് ഉറപ്പില്ലാത്തതുകൊണ്ട് എന്തായാലും 22 കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംബാപ്പെ 3 അസിസ്റ്റും മെസ്സി 8 അസിസ്റ്റും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഗോൾ കോൺട്രിബ്യൂഷൻ്റെ കാര്യം 2022 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21 ഗോൾ കോൺട്രിബ്യൂഷൻ മെസ്സി ചെയ്തിട്ടുണ്ട്. 15 ആര് ചെയ്തിട്ടുള്ളൂ? ഈ പറയുന്ന പോലെ തന്നെ എംബാപ്പെ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇനിയും 3 വേൾഡ് കപ്പ് വേണമെങ്കിൽ എംബാപ്പയ്ക്ക് കളിച്ചുകൂടെ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഈ പറയുന്നതിൽ ഉള്ളൊരു കാര്യമാണ്. ഇനി മിനിറ്റ്സിൻ്റെ കാര്യം, വേൾഡ് കപ്പിൻ്റെ ടൈറ്റിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഓരോന്ന് വെച്ചിട്ടുണ്ട്. റണ്ണേഴ്സ് അപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഓരോന്ന് വെച്ചിട്ടുണ്ട്. ഫൈനൽസ് പ്ലേ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും 2 വെച്ചിട്ടുണ്ട്. ഇനി ഫൈനൽ ഗോൾസിൻ്റെ കാര്യം നോക്കുമ്പോൾ മെസ്സിക്ക് 2 എംബാപ്പയ്ക്ക് 4 ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. എന്നാൽ പെനാൽറ്റി ഗോൾസിൻ്റെ കാര്യം നോക്കുമ്പോൾ മെസ്സിക്ക് 4 എംബാപ്പയ്ക്ക് 2 ഉണ്ട്. നോക്കൗട്ട് ഗോൾസിൻ്റെ കാര്യം നോക്കുമ്പോൾ മെസ്സിക്ക് 6 ഗോളുകളും എംബാപ്പയ്ക്ക് 8 ഗോളുകളും ഉണ്ട്. നോക്കൗട്ട് അസിസ്റ്റുകളുടെ കാര്യം നോക്കുമ്പോൾ മെസ്സിക്ക് 6 അസിസ്റ്റും
എംബാപ്പയ്ക്ക് 2 അസിസ്റ്റും മാത്രമേ ഉള്ളൂ. ഇനി പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം, അതായത് 2014 തോറ്റപ്പോഴും 2022 ജയിച്ചപ്പോഴും അത് മെസ്സി ആയിരുന്നു എന്നുള്ളതാണ്. എംബാപ്പയ്ക്ക് ഇതുവരെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് ആവാൻ സാധിച്ചിട്ടില്ല. ഇനി യങ് പ്ലെയർ അവാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംബാപ്പയ്ക്ക് 2018 കിട്ടിയിട്ടുണ്ട്, സിൽവർ ബൂട്ട് എംബാപ്പയ്ക്ക് 2022 കിട്ടിയിട്ടുണ്ട്, ഗോൾഡൻ ബൂട്ടും 2022 കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഗോൾ സ്കോറർ മെസ്സി ആയിരുന്നില്ല 22. എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ എന്നാലും അതിൽ നോക്കാം. ഇനി മറ്റൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾ സ്കോറിങ്. ഇനി നമുക്ക് ഓരോരോ മേഖലകൾ മാത്രം എടുത്തിട്ട് ഇവരുടെ കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ മൊത്തം വായിച്ചു പോയത് 2022 കുറച്ച് കാര്യങ്ങൾ 2026 നിന്നും എടുത്തിട്ടുള്ള ഒരു കമ്പാരിസണും ഒരു ഡാറ്റയാണ്, ഒരു സ്റ്റാറ്റ്സ് ആണ്. ഇതിൽ എംബാപ്പെ എന്ന് പറയുന്ന ആൾ എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്? അവിടെയാണ് ഞാൻ ഈ ഫസ്റ്റിലെ പോയിന്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഓൺ ഗോൾ സ്കോറിങ്. ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിലേക്ക് എടുത്ത് നോക്കുമ്പോൾ നിലവിൽ ഈ പറയുന്ന പോലെ വേൾഡ് കപ്പ് ടൂർണമെൻറ്റിൽ മെസ്സി ആണ് ടോപ്പ് സ്കോറർ. അത് ആ ടൂർണമെൻറ്റിലെ തന്നെ ടോപ്പ് സ്കോററാണ് എന്നുണ്ടെങ്കിൽ പോലും എംബാപ്പെ തൻ്റെ 3ാമത്തെ വേൾഡ് കപ്പിൽ തന്നെ 16 ഗോളുകൾ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹീസ് എ കംപ്ലീറ്റ് ഗോൾ മെഷീൻ. നല്ലൊരു വിങ്ങറാണ്. ബോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ക്യാരി ചെയ്ത് കൊണ്ടുപോയി ഫിനിഷ് ചെയ്യാൻ അറിയാവുന്ന ഒരു താരമാണ്. ആൻഡ് വി ഡോണ്ട് ഹാവ് എനി ഡൗട്ട് അബൌട്ട് ഹിസ് ഫിനിഷിങ്. അത് വലിയ ചാൻസസ് ഇല്ലാത്ത മേഖലയിൽ നിന്ന് പോലും ചാൻസസ് കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ളൊരു താരം തന്നെയാണ് ആര്, ഈ പറയുന്ന പോലെ എംബാപ്പെ എന്നുള്ളതാണ്. ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെസ്സിക്ക് എന്താ മോശം? മെസ്സി ഒട്ടും മോശമാണ് ഗോൾ സ്കോറിങ്ങിൽ എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. കാര്യം 6 വേൾഡ് കപ്പ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന പോലെ തന്നെ ടോപ്പ് ഗോൾ സ്കോററുടെ പട്ടികയിൽ ഇപ്പോൾ മെസ്സി തന്നെയാണ്. 18 ഗോളുകളുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മെസ്സി തന്നെയാണ്. ആൻഡ് അത് ഈ പറയുന്ന പോലെ 6 വേൾഡ് കപ്പുകൾ കളിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാവർക്കും ടോപ്പ് സ്കോറർ ആവണം പറ്റണം എന്നുമില്ല. അപ്പം നമുക്കറിയാം ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ എന്താണ്, മോശമാണോ റൊണാൾഡോ? ഒരിക്കലുമല്ല. നമ്മൾ മൊത്തം ഈ വേൾഡ് കപ്പ് മാത്രമല്ലാതെ എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണത്തിൽ റൊണാൾഡോ മുമ്പിൽ നിൽക്കുന്നതാണ്. പക്ഷേ എന്നിട്ട് പോലും വേൾഡ് കപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ മെസ്സിയുടെ അവിടുത്തെ പെർഫോമൻസ് നമുക്ക് ഒരിക്കലും മോശമാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഗോൾ സ്കോറിങ്ങിൽ ഞാൻ ഒരു പോയിന്റ് കൂടുതൽ ആർക്ക് ഇട്ട് കൊടുക്കും? എംബാപ്പയ്ക്ക് ഇട്ട് കൊടുക്കും എന്നുള്ളതാണ് കേട്ടോ. നമുക്കിനി അടുത്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് അസിസ്റ്റാണ്, അല്ലെങ്കിൽ പ്ലേ മേക്കിംഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിൽ മെസ്സിയുടെ 7 അയലത്ത് 3 വേൾഡ് കപ്പ് കളിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ ഇനിയാണെങ്കിലും ചാൻസസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ പോലും വെക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഞാൻ വിചാരിക്കുന്നത് ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡറും കൂടെ മെസ്സി ആവാനുള്ള ചാൻസസ് എല്ലാം ഉള്ള ഒരു വേൾഡ് കപ്പ് തന്നെയാണ്. 8 അസിസ്റ്റുകൾ 2022 തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഗോളും അർജൻറ്റീന അടിച്ചതും മെസ്സിയുടെ കാലിൽ നിന്ന് തന്നെയാണെന്നുള്ളതാണ്. ഇനി അത് മിഡ്ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ മറ്റ് കാര്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ് എ കംപ്ലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗോളിൻ്റെ കോൺട്രിബ്യൂഷൻ എടുത്ത് നോക്കുക, അതിലേക്കുള്ള കീ പാസുകൾ എടുത്ത് നോക്കുക, ചാൻസസ് ക്രിയേറ്റഡ് നോക്കുക. മെസ്സിയുടെ കാലിൽ പന്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇങ്ങനെ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു മിഡിൽ നിന്നാണ് ബോൾ കിട്ടിയതെങ്കിൽ ദ ചാൻസസ് ഓഫ് ഹാവിങ് എ ഗോൾ ഇസ് ലൈക്ക് 70%. അത് ബോക്സിന് മുമ്പിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അത് ഐദർ പുള്ളിക്കാരൻ ഗോൾ സ്കോർ ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ അതൊരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഒരു 90-95% അത് ഗോളാവുന്നുള്ളതാണ്. ഇപ്പോഴത്തെ എംബാപ്പയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ നിന്നൊക്കെ ബോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഓടി എത്താൻ പറ്റുമായിരിക്കും. അതൊക്കെ വൺസ് ഇൻ എ വൈലായിട്ട് ചെയ്യാൻ മാത്രം പറ്റുന്നൊരു കാര്യമാണ്. എംബാപ്പെ ഒരിക്കലും നമുക്കൊരു പ്ലേ മേക്കറായിട്ടോ അല്ലെങ്കിൽ ഈ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളായിട്ടോ ചിലപ്പോൾ ബോക്സിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതാണ് ഈ 3 അസിസ്റ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ എന്നാൽ പോലും ഈ പറയുന്ന പോലെ തന്നെ ഒരു റാദർ ദാൻ എ ഗോൾ ഫിനിഷർ ഈസ് നത്തിങ്. ഐ എം സോറി ടു സേ ദാറ്റ്. അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല, കീ പാസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല. ഇത് അവിടെയാണ് മെസ്സിയെ ഈ പറയുന്ന പോലെ മറ്റു താരങ്ങളിൽ നിന്നുമൊക്കെ വ്യത്യസ്തനാക്കുന്നത് എന്നുള്ളതാണ്. ഇനി ചാൻസസ് ക്രിയേഷൻ്റെ കാര്യത്തിലേക്കൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംബാപ്പെ ബോക്സിൻ്റെയും അവരുടെ തേർഡിലും മാത്രമേ ഉള്ളൂ. മെസ്സിയുടെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഗ്രൗണ്ടും അല്ലെങ്കിൽ 2 കൂട്ടരുടെയും പൊസിഷൻ സ്ഥലങ്ങളിലും മെസ്സിയുടെ ഇമ്പാക്റ്റ് ഇസ് ലൈക്ക് നെക്സ്റ്റ് ലെവൽ. അപ്പോൾ ഗോൾ സ്കോറിങ് മാത്രം എടുത്തിട്ട് ആരാണ് വേൾഡ് കപ്പിലെ ദ ബെസ്റ്റ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചിലപ്പോൾ എംബാപ്പെ എന്ന് പറയാം, മെസ്സി എന്ന് പറയാം, റൊണാൾഡോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ബ്രസീലിൻ്റെ റൊണാൾഡോ ആണ്. ഇവരെല്ലാം നമുക്ക് കൊണ്ടു നോക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ജർമ്മനിയുടെ ഒക്കെ താരങ്ങളെ കൊണ്ടു നോക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഹൂ ഈസ് ദ മിസ്റ്റർ വേൾഡ് കപ്പ് എന്നൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് എപ്പോഴും മെസ്സിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അതായത് എംബാപ്പെ ഇല്ലാത്തൊരു ഫ്രാൻസ്,
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് സ്ട്രൈക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മിഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഗോൾ സ്കോർ ചെയ്യാൻ, അതായത് എംബാപ്പെ ഇല്ലാതായാൽ ഒരു പ്ലെയർ ഒരു പൊസിഷനിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ മെസ്സി ഇല്ലാതായാൽ അത് പല സ്ഥലങ്ങളിലുള്ളൊരു വലിയ മാറ്റമാണ്. അവിടെയാണ് നമ്മൾ മെസ്സിയുടെ ഇമ്പാക്റ്റ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. പല സ്റ്റാറ്റ്സും ഇപ്പോൾ ഈ പ്രോപ്പർ അസിസ്റ്റ് ഇതല്ലാതെ നമ്മൾ കീ പാസുകൾ, ബോളുകളുടെ പെനിട്രേറ്റിംഗ് മൂവ്സ് ഉണ്ട്. മെസ്സിയുടെ കാലിൽ പന്ത് കിട്ടിക്കഴിയുമ്പോൾ അത് അറ്റാക്കിംഗ് തേർഡിലേക്ക് മാറുന്നതിൻ്റെ ഒരു ശൈലിയുണ്ട്. അത് നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്ത് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കണേ. സോ മെസ്സി ഇല്ലെങ്കിൽ പല പൊസിഷനിലേക്കും ആൾക്കാരെ മാറ്റേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് 2022 ഫ്രാൻസ് തോറ്റത്? എംബാപ്പെ ഗോൾ സ്കോർ ചെയ്തിട്ടും അതൊരു വലിയ കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എംബാപ്പെ ഗോൾ സ്കോർ ചെയ്യുമായിരിക്കാം, പക്ഷേ ടീം ജയിക്കണമെന്നില്ല. കാരണം ഗോൾ സ്കോർ ചെയ്തത് കൊണ്ട് മാത്രമായില്ല എന്നുള്ളതാണ്. മിഡിൽ ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റണം, ഡിഫൻസിൽ ബോൾ തടഞ്ഞിടാൻ പറ്റണം, ഗോൾ കീപ്പറിനും ഈ പറയുന്ന പോലെ തന്നെ ഗോൾ കൺവേർട്ട് ആവാതിരിക്കാൻ നോക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. സോ ദാറ്റ് മീൻസ് എംബാപ്പയുടെ ഒരു സക്സസ് ഇസ് ഓൾവേസ് ഡിപ്പെൻഡഡ് ഓൺ അതർ പ്ലെയേഴ്സ് ഓൾസോ. പക്ഷേ ഒരു ടീമിൻ്റെ സക്സസ് ഇസ് ഡിപ്പെൻഡിങ് ഓൺ മെസ്സിസ് പെർഫോമൻസ്. ഈ രണ്ട് വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സി അഴിഞ്ഞാടുന്ന കളികളിൽ തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അത്ഭുതം. ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നല്ല, പക്ഷെ എന്നാൽ പോലും മെസ്സി മനുഷ്യനാണ്. എന്തൊക്കെ നമ്മൾ തർക്കിച്ചാലും ഇല്ലാന്നാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സി ഒരു മനുഷ്യനാണ്. സോ ഇതിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് മെസ്സി തന്നെയാണ് മിസ്റ്റർ വേൾഡ് കപ്പ്. അത് ഈ പറയുന്ന പോലെ അത് ഗോൾ സ്കോർ ചെയ്തുകൊണ്ടോ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടോന്നല്ല, ഹീസ് കംപ്ലീറ്റ് വേൾഡ് കപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് മെസ്സിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടേം തന്നെ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പറയാം. നിങ്ങളൊരു ഗോൾ സ്കോറിംഗ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ മാത്രം തിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എംബാപ്പെ മെസ്സി എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നിങ്ങൾ വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ്റിലേക്ക് എംബാപ്പെ മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രാൻസ് ക്യാൻ ഹാവ് എ വേൾഡ് കപ്പ് വിത്തൗട്ട് എംബാപ്പെ ഫോർ ഷുവർ. പക്ഷേ വിത്തൗട്ട് മെസ്സി ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ദ ഡിഫറൻസ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ മെസ്സിയുടെ ഇൻവോൾവ്മെൻറ്റ്സ് പ്ലേ മേക്കിങ്ങിലായിക്കോട്ടെ, ചാൻസ് ക്രിയേഷൻസിലായിക്കോട്ടെ, ഈ കോമ്പിനേഷൻസിലായിക്കോട്ടെ, കീ പാസുകളുടെ കാര്യത്തിലായിക്കോട്ടെ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഐ എം സോറി ടു സേ ദിസ്, എംബാപ്പെ ഈസ് നോട്ട് എംബാപ്പെ. നോ വൺ ഈസ് കമ്പയറബിൾ വിത്ത് മെസ്സി. ഹി ഈസ് ദ ഗോട്ട് ഫോർ ഷുവർ, ദ ഗ്രേറ്റസ്റ്റ്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ആൻഡ് മേക്ക് ഷുവർ യു കമൻറ്റ് യുവർ ഒപ്പീനിയൻ ടു. അപ്പം ചിൽ കുപ്പിച്ചിൽ.